ഹായ്, വെൽക്കം ബാക്ക് ടു ഷാന സ്പൈസസ്. ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോണത് ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന്. ശരിക്കും പറഞ്ഞാൽ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. അതിന് യൂസ് ചെയ്യണ വോക്ക് ചീനച്ചട്ടി, പിന്നെ അതിൻ്റെ ഫ്ലെയിം നമ്മൾ നല്ല ഹൈ ഫ്ലെയിമിലാണ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നല്ല റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ടേസ്റ്റ് കിട്ടണമെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ നോക്കിയാൽ ആ സെയിം എഫക്റ്റ് കിട്ടില്ല. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ സെറ്റാണെങ്കിൽ നമുക്ക് ശരിക്കും റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഫ്രൈഡ് റൈസ് വീട്ടിലുണ്ടാക്കാം. ഞാൻ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് ഫ്രൈഡ് റൈസ്. പലതരം ഉണ്ടാക്കാറുണ്ട്, പക്ഷെ എന്തോ ഇതുവരെ ഞാൻ ഈ ചാനലിൽ ഷെയർ ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്ന് നമുക്ക് നോക്കാം സിമ്പിളായിട്ട് ചിക്കൻ ഫ്രൈഡ് റൈസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ റെഡിയല്ലേ? നമുക്ക് 2 കപ്പ് ബസ്മതി റൈസ് വേണം. ബസ്മതി റൈസ് 2 കപ്പിന് 3 കപ്പ് വെള്ളം ഇട്ടിട്ടാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ബസ്മതി റൈസ് ഒരു 10 മിനിറ്റ് സോക്ക് ചെയ്ത് നന്നായി കഴുകിയതിന് ശേഷം എന്നിട്ട് 3 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒരു പോട്ടിൽ മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുത്തു. ബസ്മതി റൈസ് കുക്ക് ചെയ്യുമ്പോൾ ഫ്രൈഡ് റൈസിന് വേണ്ടി വെള്ളം കൂടുതൽ അളവ് പാടില്ല. 2 കപ്പിന് 4 കപ്പ് വേണ്ട, കുറച്ച് വെള്ളം കുറവാണ്. അപ്പം ഞാൻ എപ്പോഴും 2 കപ്പിന് 3 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ വളരെ ലോ ഫ്ലെയിമിൽ ടൈറ്റാക്കി കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇത് ആ പോട്ടിൽ നിന്ന് ഒരു ട്രേയിലേക്ക് കമത്തി ഒരു ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് ചൂടാറാൻ വെക്കണം. അപ്പോൾ ട്രേയിൽ ഇതുപോലെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂർ ഇത് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കണം. കൂടുതൽ നേരം വേണ്ട, അരമണിക്കൂർ മതി. കൂടുതൽ നേരം വെച്ചാൽ ഡ്രൈ ആയിട്ട് ഇത്തിരി ഹാർഡായി പോകും. അപ്പോൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ അത്ര നന്നായി കിട്ടില്ല. ചൂടാറണം, പക്ഷെ കൂടുതൽ നേരം വെക്കരുത് കേട്ടോ. അപ്പോൾ ഇവിടെ 350 ഗ്രാം ബോൺലെസ് ചിക്കൻ ബ്രസ്റ്റ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തത് ക്ലീനാക്കി ഡ്രെയിനാക്കിയൊക്കെ വെച്ചിരുന്നത് അത് ഒരു പോട്ടിലേക്ക് ആഡ് ചെയ്യാം. ഇതിൽ 1.5 കപ്പ് വെള്ളം. എൻ്റെ മെഷർമെൻറ്റ്സ് 1 കപ്പ് എന്ന് പറഞ്ഞാൽ 240 മില്ലിയുടെ കപ്പാണ് കേട്ടോ. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ കുരുമുളകും കൂടി ചേർക്കാം. മൂടി വയ്ക്കാം. എന്നിട്ട് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്താൽ മതി. ഈ ചിക്കൻ ഒന്ന് ടെൻഡർ ആവണ വരെയും കുക്ക് ചെയ്താൽ മതി. ഒരുപാട് നേരം ഒന്നും എടുക്കില്ല. ഒരു 8-10 മിനിറ്റിൻ്റെ ഉള്ളിൽ ചിക്കൻ കുക്ക്ഡ് ആയിരിക്കും. നല്ല ടെൻഡർ ആയതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ കളറായിട്ടുണ്ടാവും. പിങ്ക് കളറൊന്നും ബാക്കി ഉണ്ടാവില്ല. കൂടുതൽ നേരം വേവിച്ച് നശിപ്പിക്കരുത് ചിക്കൻ. അപ്പോൾ ഇത് വേഗം തന്നെ ഡ്രെയിൻ ചെയ്യണം. ആ വെള്ളത്തിൽ നിന്ന് ഡ്രെയിൻ ചെയ്ത് വേറൊരു പ്ലേറ്റിൽ ഇങ്ങനെ മാറ്റി വയ്ക്കാം. ഇനി ഫ്രൈഡ് റൈസിന് വേറെ എന്തൊക്കെ വേണ്ടത്? ക്യാരറ്റ് വേണം. അപ്പോൾ 1/2 കപ്പ് ക്യാരറ്റ് വളരെ ഫൈനായിട്ട് സ്ലൈസ് ചെയ്തത് വേണം. ഇതുപോലെയാണ് നമ്മൾ ചോപ്പ് ചെയ്യണത് ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് നമ്മുടെ 1/2 കപ്പ് ക്യാരറ്റ്. ഇതുപോലൊരു സ്റ്റീമിങ് പോട്ടിൽ ഇറക്കി വയ്ക്കാൻ പോവാണ്. ഇങ്ങനെ ഒരു റാക്കിൽ അടുപ്പത്ത് വെച്ചാലും ചെയ്യാൻ പറ്റും. എനിക്ക് ഈ മൈക്രോവേവിൽ വെക്കുന്ന ഒരു സ്റ്റീമിങ് പോട്ട് ഉണ്ട് ഇതുപോലത്തത്. 1/2 കപ്പ് ക്യാരറ്റ് സ്റ്റീം ചെയ്യാൻ പറ്റേ നമുക്ക് ബീൻസും കൂടി വേണം. അപ്പോൾ 1/2 കപ്പ് ഫ്രഞ്ച് ബീൻസ് അരിഞ്ഞതും കൂടി വേണം. ഇതുപോലെ നാര് കളഞ്ഞിട്ട് അരിഞ്ഞെടുക്കണം. പറ്റണം അത്രയും ഫൈനായിട്ട് തിന്നായിട്ട് സ്ലൈസ് ചെയ്യാൻ നോക്കണം ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ബീൻസും കൂടി ക്യാരറ്റിൻ്റെ കൂടെ ഇട്ടതിന് ശേഷമാണ് സ്റ്റീം ചെയ്യാൻ പോണത്. രണ്ടും കൂടി നമുക്ക് 1 മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ വെള്ളത്തിലിട്ട് ബോയിൽ ചെയ്ത് എടുക്കരുത് കേട്ടോ. സ്റ്റീം ചെയ്ത് തന്നെ എടുക്കണം ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ട് ക്യാരറ്റും ബീൻസും. പിന്നെ ആവശ്യമുള്ള വെജിറ്റബിൾസ് 1 കപ്പ് കാബേജ് ഇതുപോലെ ഷ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ക്യാരറ്റും ബീൻസും 1/2 കപ്പായിരുന്നു. കാബേജ് നമുക്ക് 1 കപ്പ്. പിന്നെ 3/4 കപ്പ് capsicum ഇതുപോലെ നീളത്തിലുള്ള സ്ട്രിപ്സ് ആയിട്ടാണ് കട്ട് ചെയ്തേക്കുന്നത്. 1 സവാള വേണം, ഇതുപോലെ നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചത്. പിന്നെ 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇതുപോലെ കൊത്തി അരിഞ്ഞത്. പച്ചമുളക് ടേസ്റ്റിനനുസരിച്ച് ഒരു 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഞാൻ, സ്ലൈസ് ചെയ്തിട്ടുള്ളൂ. ഇനി ഇതുപോലത്തെ ഒരു ചീനച്ചട്ടി എടുക്കാൻ നോക്കണം. കാസ്റ്റ് അയൺ വോക്ക് കടായി, വലിയ കടായി കിട്ടും നാട്ടിൽ. കാസ്റ്റ് അയൺ വോക്കാണ് ഫ്രൈഡ് റൈസിന് ഏറ്റവും നല്ലത്. ഈ ടൈപ്പിൽ ഉണ്ടാക്കുകയാണെങ്കിലാണ് കൂടുതൽ ഫ്ലേവർ കിട്ടണം. പിന്നെ ഏറ്റവും നല്ല ഹൈ ഫ്ലെയിമുള്ള ബേണറിൽ വെച്ചിട്ട് ചെയ്യാൻ നോക്കണം.
ഇപ്പോൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ ഷെഫ്സ് ഉപയോഗിക്കുന്ന ഒരു ട്രിക്ക് ഉണ്ട്. അപ്പോഴാണ് ആ നല്ലൊരു സ്മോക്കി മണം കിട്ടുന്നത് നമ്മുടെ ഫ്രൈഡ് റൈസിന് വേണ്ടി. കടായി അടുപ്പത്ത് വെച്ചിട്ട് ചെറിയ ഫ്ലെയിമിൽ ചൂടാക്കണം. അത് കുറച്ചധികം നേരം വെച്ച് ചൂടാക്കണം. നന്നായി ചൂടായതിന് ശേഷമാണ് എണ്ണ ഒഴിക്കാവൂ. നമ്മുടെ കൈ ഇങ്ങനെ മുകളിൽ വെക്കുമ്പോൾ നല്ല ചൂടായിരിക്കും, അതുപോലെ ചെറുതായിട്ട് പുകഞ്ഞ് തുടങ്ങും. അപ്പോഴാണ് എണ്ണ ഒഴിക്കുന്നത്. അപ്പോൾ ഫ്രൈഡ് റൈസിന് വേണ്ടി ഒന്നില്ലെങ്കിൽ പീനട്ട് ഓയിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാം. വെളിച്ചെണ്ണ പോലത്തെ അങ്ങനത്തെ വേണോ, അല്ലെങ്കിൽ ഓലിവ് ഓയിൽ, ഇതൊന്നും യൂസ് ചെയ്യരുത് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ. അപ്പോൾ ഞാൻ 6 ടേബിൾ സ്പൂൺ പീനട്ട് ഓയിലാണ് ഉപയോഗിക്കുന്നത്. സൺഫ്ലവർ ഓയിൽ ആയാലും കുഴപ്പമില്ല. എന്നിട്ട് ആ ചീനച്ചട്ടി ഒന്ന് ചുറ്റിക്കണം, എണ്ണ അതിൻ്റെ സൈഡിലൊക്കെ പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്കിതിലേക്ക് ആദ്യം കൊത്തിയരിഞ്ഞ വെളുത്തുള്ളി ആഡ് ചെയ്തിട്ട് ഒന്ന് സ്റ്റർ ചെയ്ത് കൊടുക്കാം. ഒരുപാട് നേരം വേണ്ട, നല്ലൊരു മണം കിട്ടിയാൽ മതി, തീരെ ബ്രൗൺ ആവാൻ പാടില്ല. എന്നിട്ട് ഇതിലേക്ക് ചോപ്പ് ചെയ്ത സവാള ഇതും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി വഴറ്റി കൊടുക്കാം. ഒന്ന് സോഫ്റ്റ് ആയാൽ മതി കേട്ടോ. ഇത് ഒരുവിധം നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് പച്ചമുളകും ക്യാപ്സിക്കവും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം, ഒരുപാട് നേരം പാടില്ല. ക്യാപ്സിക്കം സോഫ്റ്റായി പോകരുത്. ഒന്ന് ചെറുതായിട്ട് അതിൻ്റെ മണം കിട്ടി തുടങ്ങിയാൽ മതി. അപ്പം തന്നെ നമുക്ക് ഡ്രെയിൻ ചെയ്ത് മാറ്റി വെച്ച ചിക്കൻ ഇല്ലേ, അതിനി ആഡ് ചെയ്യണം. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ക്യാപ്സിക്കവും പച്ചമുളകിൻ്റെ ഒക്കെ ഒരു മണം ഈ ചിക്കനിൽ പിടിക്കണം. ഒരു 30 സെക്കൻഡ് മതി. അപ്പോഴേക്കും നമുക്ക് കാണാം നല്ലൊരു മണം വന്നു തുടങ്ങും. എന്നിട്ട് ഇതിലേക്ക് ഉപ്പ്, കുരുമുളക് ടേസ്റ്റിനനുസരിച്ച് കുറച്ചും കൂടി ചേർക്കാം. നമ്മൾ വേവിച്ചപ്പോൾ ചേർത്തിരുന്നു, പക്ഷേ ഈ സ്റ്റേജിൽ ഉപ്പും കുരുമുളകും ഇടാൻ മറക്കരുത്. ഇതിട്ടതിന് ശേഷം വീണ്ടും ഒരു 30 സെക്കൻഡ്. ആ കുരുമുളക് ഇടുമ്പോഴാണ് ആ നല്ലൊരു ഫ്ലേവർ കിട്ടണത് കേട്ടോ. അപ്പം എല്ലാ ഫ്ലേവേഴ്സും ചിക്കനുമിലൊന്ന് പിടിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 2 ടേബിൾ സ്പൂൺ ലൈറ്റ് സോയ സോസ്, ഒന്ന് ഇളക്കി കൊടുക്കാം. ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ നല്ല ഹൈ ഫ്ലെയിമിലാണ് എല്ലാം ചെയ്യുന്നത്. ഇനി ക്യാബേജ് ആദ്യം ചേർത്ത് കൊടുക്കാം. ക്യാബേജ് ചേർത്ത് പെട്ടെന്ന് ഒന്ന് ടോസ് ചെയ്തെടുത്താൽ മതി, കൂടുതൽ നേരം വേണ്ട. വേഗം ഒന്ന് ടോസ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ റൈസ് ആഡ് ചെയ്യാൻ സമയമായി. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഈ റൈസ് പതുക്കിനെ ഇങ്ങനെ ഫ്ലഫ് ചെയ്ത് കട്ടകളൊന്നും കൂടുതൽ പെടാതെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ടോസ് ചെയ്യണം. ഇതിൻ്റെ ഇടയിൽ കുറച്ച് കട്ട കൂടിയ ചോറിൻ്റെ ഇത് കാണണമെങ്കിൽ, ലംപ്സ് കാണണമെങ്കിൽ അതൊക്കെ ഒന്ന് ഈ നമ്മുടെ ആ തവി കൊണ്ടിട്ട് ഒന്ന് ബ്രേക്ക് ചെയ്യണം. ഫ്രൈഡ് റൈസിൽ ഓരോ ഗ്രെയിനും സെപ്പറേറ്റ് ആയിരിക്കണം അത് ഫ്രൈ ചെയ്ത് റെഡി ആയി വരുമ്പോൾ. ആ കട്ടകളൊന്നും ഉണ്ടാവാൻ പാടില്ല. അത് മുഴുവൻ നല്ല ചൂടായി വരണം. നന്നായി ടോസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ കണ്ടില്ലേ, കട്ടകളൊക്കെ പോയി നല്ല ചൂടായി വന്നിട്ടുണ്ട്. ഫ്രൈഡ് റൈസ് ആവി വരുന്നുണ്ട് നന്നായിട്ട്. ഇതിന് ഈ സ്റ്റേജിലാണ് സ്റ്റീം ചെയ്ത് വെച്ച വെജിറ്റബിൾസ് ആഡ് ചെയ്യണത്. ഏതാണ്? ബീൻസും ക്യാരറ്റും. അതിലൊട്ടും വെള്ളമില്ല കേട്ടോ, വെള്ളം തീരെ പാടില്ല. ഈ സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം, ടേസ്റ്റ് നോക്കിയിട്ട്. ഏറ്റവും ഒടുവിൽ കുറച്ച് സ്പ്രിംഗ് ഓണിയൻസും ആഡ് ചെയ്യാം. പിന്നെ ഈ റൈസ് ആഡ് ചെയ്യുന്നതിന് മുമ്പ് ചട്ടിയിൽ എഗ്ഗ് ആഡ് ചെയ്തിട്ട് അത് സ്ക്രാമ്പിൾ ചെയ്ത് റൈസും ചേർത്തിട്ട് നമ്മൾ ഉണ്ടാക്കാറുണ്ട്. ഇന്ന് ഞാൻ കാണിക്കുന്നത് സെപ്പറേറ്റ് ആയിട്ടാണ് എഗ്ഗ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ഓയിൽ ചൂടായിട്ട് നന്നായിട്ട് അടിച്ചു വെച്ച 4 മുട്ടയാണിത്. അത് ഈ ഓയിലിലേക്ക് ആഡ് ചെയ്തിട്ട് ഇതൊന്ന് സെറ്റായി വന്ന് തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് കുരുമുളക് ചേർക്കാം. ശരിക്കും ഇതിൽ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല, വേണമെങ്കിൽ ഒരു നുള്ളി ചേർക്കാം. എന്നിട്ട് ഒന്ന് സെറ്റായി കഴിഞ്ഞ് വന്ന് തുടങ്ങുമ്പോഴാണ് ഇത് സ്ക്രാമ്പിൾ ചെയ്യുന്നത്. സ്ക്രാമ്പിൾ ചെയ്യണത് വേഗം സ്ക്രാമ്പിൾ ചെയ്യാം. അതുപോലെ ഒരുപാട് ഡ്രൈ ആവരുത്. ഫ്രൈഡ് റൈസിന് വേണ്ടി കുറച്ച് ആ നനവ് നിൽക്കണ ആ സമയത്ത് തന്നെ മറ്റേ ഫ്രൈഡ് റൈസ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഒന്നും കൂടി ടോസ് ചെയ്യാം.
ഞാൻ പറഞ്ഞ പോലെ ആദ്യം എഗ്ഗ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. പക്ഷെ ചിലപ്പോൾ കറക്റ്റായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഫ്രൈഡ് റൈസ് ഒന്ന് സോഗി ആയി പോകും. അതിൻ്റെ ആ നല്ലൊരു സ്മോക്കി മണം നഷ്ടപ്പെട്ടു പോകും ഫ്രൈഡ് റൈസിൻ്റെ. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും നന്നായിട്ട് കിട്ടും. പിന്നെ എഗ്ഗ് വേണ്ടാത്തവർക്ക് വേണമെങ്കിൽ അത് ഒഴിവാക്കുകയും ചെയ്യാം. ഏറ്റവും അവസാനം കുറച്ചും കൂടി സ്പ്രിംഗ് ഓണിയൻ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കി നോക്കിയാൽ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്താലൊരു ഫോട്ടോ അയക്കാൻ മറക്കരുത്. അപ്പോൾ അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രം ഷാന.